ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ നാടും രുചിയും എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഒരു പ്ലം കേക്കിൻ്റെ മധുരത്തിൽ തുടങ്ങാം ഇന്നത്തെ ദിവസം. ഇവിടെ ദുബായിൽ ബ്രെഡ് ബെറീസിൻ്റെ പ്ലം കേക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു കഷ്ണം പ്ലം കേക്കും നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായയുമാവട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ. കല്ലപ്പത്തിന് വേണ്ടി അരച്ചു വെച്ച മാവ് എന്തായെന്ന് നോക്കാം നമുക്ക്. പച്ചരിയും തേങ്ങയും ഒരു പിടി ചോറും ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ചേർത്ത് അരച്ചു വെച്ച അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റായി പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കല്ലപ്പത്തിന് കോമ്പിനേഷൻ സ്റ്റൂവോ മപ്പാസോ തന്നെയാണ്. ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് തേങ്ങാപ്പാലിൽ കുതിർന്ന് വെന്ത ചിക്കനും ഉരുളക്കിഴങ്ങും. തേങ്ങാപ്പാലിന് എത്ര തന്നെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കുറുകി വരുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വേണം സ്റ്റൗ ഓഫ് ചെയ്യാൻ. അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് കോഫിയും കല്ലപ്പവും ചിക്കൻ സ്റ്റൂവും ഒരു കഷ്ണം പ്ലം കേക്കുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അച്ചായ സദ്യക്കുള്ള ഒരുക്കങ്ങളാവാം. നല്ല കട്ടിയുള്ള മോരൊഴിച്ച മോര് കറിയാട്ടെ ആദ്യം തന്നെ. മോരൊഴിച്ചാൽ പിന്നെ ഒരുപാടൊന്നും അങ്ങോട്ട് തിളപ്പിക്കരുത് കേട്ടോ. ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീൻസാണ് ഇന്ന് തോരൻ വെച്ചത്. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ബീൻസിന് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ മലയാളികൾക്ക് പിന്നെ ചിക്കൻ ഇല്ലാതെ എന്താ ആഘോഷം? നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്ത ചിക്കനാണ് ഇന്ന്. എണ്ണയിൽ മൂപ്പിച്ച തേങ്ങക്കൊത്തിട്ട് വരട്ടിയ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടപ്പുളി ഇട്ട് വെച്ച കോട്ടയം സ്റ്റൈൽ മീൻകറി ഇല്ലാത്ത എന്ത് അച്ചായ സദ്യയാണല്ലേ. അവസാനം ഇച്ചിരി സ്വീറ്റ്സും പിന്നെ നമ്മുടെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത റെഡ് വൈനും കുറച്ച് മ്യൂസിക്കും കൂടിയായാൽ ഇന്നത്തെ ദിവസം സന്തോഷം.